ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ. നമ്മുടെ ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കുടുംബ കൂട്ടായ്മയിലെ എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം. നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ പ്രമുഖ ആചാര്യനായ മനോജ് ശാസ്ത്രികൾ, നമ്മുടെ സുലേഖ മാം, നമ്മുടെ പ്രമുഖ അഡ്മിൻ ആയ അനിൽജി തുടങ്ങി വെച്ച നമ്മുടെ ഈ കുടുംബം വളരെയേറെ മുന്നേറ്റങ്ങളും നല്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അറിവും എല്ലാം പകർന്ന് നൽകിക്കൊണ്ട് എല്ലാവരും ഒറ്റ കൂട്ടായ്മയായി തന്നെ നമ്മുടെ ഈ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ വളർച്ചയിലും. നമ്മുടെ അറിവുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് സമർപ്പിച്ചു തന്നിട്ടുള്ള അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക്, നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്കും മക്കൾക്കും എല്ലാവർക്കും അറിവ് പകർന്ന് നമ്മൾ ഓരോ ദിവസവും ഓരോരോ നല്ല കാര്യങ്ങളാണ് നമ്മളിതിൻ്റെ അകത്ത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനും കൂടുതലും നമുക്ക് പറയാനുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്മിൻസ്, അവർ വളരെയേറെ ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കിട്ടട്ടെ അവർക്ക്. അവരും ഇതിൻ്റെ അകത്ത് അണിയറയിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റുകയില്ല. അതുപോലെയാണ് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ വളർച്ച വളരെയേറെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നല്ല അറിവുകൾ പകർന്നു കൊടുക്കുവാൻ ഭഗവാൻ നമുക്ക് അതുപോലെയുള്ള കൃതികളാണ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതിൻ്റെ അറിവും ആഴവും മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ ഏവർക്കും നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ എല്ലാവരെയും സ്വാമി തൃപ്പാദങ്ങൾ ജഗദംബിക ശ്രീ ശാരദാംബികയെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിന്ന് നല്ല അറിവുകൾ, നമ്മളിൽ കൂടി കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാനും പറ്റും. നമ്മുടെ മനസ്സെപ്പോഴും ശുദ്ധതയായിട്ടും നല്ല ശാന്തതയായിട്ടും തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. വേറെ ഉള്ള ചിന്തകളോ ഒന്നും നമ്മുടെ മനസ്സിൽ കടന്നുകൂടുകയില്ല. ഭഗവാനിൽ നമ്മൾ സമർപ്പിച്ച് നമ്മുടെ മനസ്സും ശരീരവും സമർപ്പിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് അറിവുകളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പ്രാവർത്തികമാക്കാനും പറ്റും. അത് ഇനിയും നമ്മുടെ കുടുംബ കൂട്ടായ്മ മുമ്പോട്ട് തന്നെ എല്ലാവർക്കും അറിവ് പകരുന്ന ഒരു ക്ഷേത്രമായിട്ട് തന്നെ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മേടമാസം 1 തീയതി മുതൽ നമ്മൾ തുടങ്ങിയ ചതയം നാൾ മുതൽ 100 ദിവസത്തെ ഓരോ മാസവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ കൃതികളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയിരിക്കുന്ന സുബ്രഹ്മണ്യ കീർത്തനത്തിൻ്റെ 6ാമത്തെ മന്ത്രമാണ്. വളരെയേറെ സന്തോഷമുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ ഭഗവാനിൽ പറ്റി 4 വരികളാണേലും നമുക്ക് പഠിക്കാനും അറിവ് നേടാനുമൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സുബ്രഹ്മണ്യ കീർത്തനത്തിൻ്റെ 6ാമത്തെ വരിയാണ്. കാടും മേടും കതിച്ചോണ്ടൊരു കമനീമണി കാന്തനായാലുമെന്തേ, പാടും കേടും പറഞ്ഞും പല വഴിയുഴറിപ്പാഞ്ഞലഞ്ഞാലുമെന്തേ, കാടും വീടും സമം നിന്തിരുവടിയരുൾ പൊങ്ങിടുവോളം പൊറുപ്പാൻ, നാടുണ്ടോടുണ്ടു ചോറുണ്ടരിയതിരുവെഴുത്താറുമുണ്ടോതുവാനും. കാടും മേടും പതിച്ചോണ്ട് പല കൊള്ളരുതായ്മകളും പറഞ്ഞുകൊണ്ട് ഒരു കമനീമണി കാന്തനായാലും ഒരു സുന്ദരിയുടെ ഭർത്താവായാലും എന്ത് ഫലം? പാടും കേടും പറഞ്ഞും കാണുന്നവരോടൊക്കെ പാടും ദുരിതവും പറഞ്ഞും പല വഴി ഉഴറിപ്പാഞ്ഞലഞ്ഞാലും
പലയിടങ്ങളിലും പരിഭ്രമിച്ച് അലഞ്ഞു തിരിഞ്ഞാലും എന്തു ഫലം? നിൻ തിരുവടിയരുൾ ഭഗവാന്റെ കാരുണ്യം പൊങ്ങിയിടുവോളം അനുഭവപ്പെടുന്നിടത്തോളം കാടും വീടും സമം. കാട്ടിലും വീട്ടിലും കഴിയുന്നത് ഒരുപോലെയാണ്. പൊറുപ്പാൻ നാടുണ്ട്, താമസിക്കാൻ ഭൂമിയുണ്ട്, ഓടുണ്ട്, ഇരക്കാൻ ഭിക്ഷാപാത്രമുണ്ട്, ചോറുണ്ട്, ഭക്ഷിക്കാൻ ഭിക്ഷാന്നമുണ്ട്, അരിയ തിരുവെഴുത്ത്, ദിവ്യമായ ഭഗവൻ നാമം ആറുമുണ്ട്. ഷൺമുഖായ നമ എന്ന 6 അക്ഷരം ചേർന്ന മന്ത്രം ഓതുവാനും ജപിക്കാനുമുണ്ട്. പല കൊള്ളരുതായ്മകളും പറഞ്ഞു രസിച്ചുകൊണ്ട് ഒരു സുന്ദരിയുടെ ഭർതൃസ്ഥാനത്ത് കഴിഞ്ഞുകൂടിയിട്ട് എന്ത് ഫലമാണുള്ളത്? കാണുന്നവരോടൊക്കെ പാടും ദുരിതവും പറഞ്ഞ് പലയിടങ്ങളിലും പരിഭ്രമിച്ച് അലഞ്ഞും തിരിഞ്ഞാലും എന്തു വിശേഷം? ഭഗവാന്റെ കാരുണ്യം അനുഭവപ്പെടുന്നിടത്തോളം കാട്ടിൽ താപസനായി കഴിഞ്ഞാലും വീട്ടിൽ ഗൃഹസ്ഥനായി കഴിഞ്ഞാലും തുല്യം. താമസിക്കാൻ ഭൂമിയുണ്ട്, ഭിക്ഷയാചിക്കാൻ ഭിക്ഷാപാത്രവുമുണ്ട്, ഭക്ഷിക്കാൻ ഭിക്ഷാന്നമുണ്ട്. ഷൺമുഖായ നമ എന്ന 6 അക്ഷരമുള്ള ദിവ്യമായ ഭഗവൻ നാമം ജപിക്കാനുമുണ്ട്. ഇതൊക്കെ തന്നെ ഒരു ഭക്തന് ധാരാളം. ഈശ്വരകാരുണ്യമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന് സൂചിപ്പിക്കുന്നു. ഭഗവത് കീർത്തനങ്ങളും കൃതികളും എല്ലാം നമുക്ക് പഠിച്ച് വളരെയേറെ അറിവുകൾ നേടാൻ സാധിക്കുന്ന ഓരോ കൃതികളാണ് നമുക്ക് ഭഗവൻ നാമധേയത്തിൽ കിട്ടിയിരിക്കുന്നത്. ഓങ്കാരം കൊണ്ടെഴുപ്പി പെരുവെളി നടുവേ പള്ളി കൊണ്ടുള്ളിലുണ്ടാം, ചങ്കാരം കേട്ടുണർന്നിടും ചടിതിമതി താമര തേൻ കുടിപ്പാൻ. പങ്കാരം പറ്റുവാനില്ലിരവു പകലിരുന്ന് ഈച്ചയും തേനുറിഞ്ചും, ചങ്കാരം പോലുമില്ലിങ്ങിതിന് ഇനിമയോടാസ്വദിച്ചിടുവാൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം